അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 18 വ്യാഴാഴ്ച. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വിധിയെഴുത്ത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാടടക്കം 21 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണം. തമിഴ്നാട്ടിൽ 39 സീറ്റുകളിലായി ആകെ 950 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. പുതുച്ചേരി സീറ്റിലും നാളെയാണ് വോട്ടെടുപ്പ്. രാജസ്ഥാനിൽ 12 സീറ്റുകളിലും UPയിൽ 8ലും ബീഹാറിൽ 4ലും ബംഗാളിൽ 3 സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ മോക്ക് പോളിനിടെ കാസർകോട് ചെയ്യാത്ത വോട്ട് BJPക്ക് പോയ സംഭവം പരിശോധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായി എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷണാണ് വിഷയം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിനെ തുടർന്നാണ് സംഭവം പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയത്. എന്നാൽ കാസർകോട് മോക്ക് പോളിനിടെ BJPക്ക് അധിക വോട്ട് ലഭിച്ചെന്ന വാർത്ത തെറ്റാണെന്നും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി. കേരള മുഖ്യമന്ത്രിയെ ED എന്താണ് ചോദ്യം ചെയ്യാത്തതെന്നും അദ്ദേഹം എന്താണ് ജയിലിലാകാത്തതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. മുഖ്യമന്ത്രി 24 മണിക്കൂറും തന്നെ ആക്രമിക്കുകയാണെന്നും ഈ നിലപാട് ആശ്ചര്യകരമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ആരെങ്കിലും BJPയെ ആക്രമിച്ചാൽ 24 മണിക്കൂറും അവരുടെ പുറകെയായിരിക്കും അന്വേഷണ ഏജൻസികളെന്നും ആശയപരമായി BJPയെ എതിർക്കുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തുകൊണ്ടാണ് BJP ഒന്നും ചെയ്യാത്തതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. സ്വന്തം പാർട്ടിയുടെയോ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെയോ പതാക ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിന്ന് വോട്ട് ചോദിക്കാൻ പോലും കഴിവില്ലാത്തവരായി കോൺഗ്രസും UDFും അധപതിച്ചിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു നിലപാടും പറയാൻ ശേഷിയില്ലാത്ത UDFും ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന LDFും തമ്മിലാണ് കേരളത്തിലെ മത്സരമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കിന് ഒരു അവസാനമില്ലാത്ത സ്ഥിതിയാണ്. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് BJP ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല പോസ്റ്റിനെതിരെ വടകരയിലെ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ KK ശൈലജ നൽകിയ പരാതിയിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി KM മിൻഹാജാണ് പ്രതി. ഇയാൾക്കെതിരെ കലാപാഹനം നടത്തിയതിനുള്ള വകുപ്പും ചേർത്തിട്ടുണ്ട്. ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് ഇകഴ്ത്തി കാണിച്ചുവെന്ന പരാമർശത്തിന്മേൽ 10 ദിവസം മുമ്പാണ് അശ്ലീല പോസ്റ്റിനെതിരെ ശൈലജ പോലീസിൽ പരാതി നൽകിയത്. KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയെന്ന പരാതിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 4 കേസുകൾ. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി KM മിൻഹാജിനെതിരെ വടകരയിലും മട്ടന്നൂരിലുമാണ് കേസെടുത്തിരിക്കുന്നത്. പേരാമ്പ്ര പോലീസ് സൽമാൻ വാളൂർ എന്ന ലീഗ് പ്രവർത്തകനെതിരെയും കേസെടുത്തിട്ടുണ്ട്. നേരത്തെ ന്യൂമാഹി പോലീസ് ലീഗ് പ്രാദേശിക നേതാവിനെതിരെയും കേസെടുത്തിരുന്നു. കേസിൽ ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് പോലീസ് പറഞ്ഞു. KK ശൈലജയ്ക്കെതിരെ അശ്ലീല പ്രചാരണമുണ്ടായെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തമല്ലേയെന്നും ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിനെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം സ്വദേശി അരുൺജിത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ഷമാ മുഹമ്മദ് നടത്തിയ പ്രസംഗം വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണെന്നാണ് FIRൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് തിടുക്കമാണെന്നും മണിപ്പൂരിൽ നടന്ന കാര്യങ്ങളാണ് താൻ ഉന്നയിച്ചതെന്നും ഷമാ മുഹമ്മദ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് പെയ്ഡ് സർവേകളാണോ എന്ന് നാട്ടുകാർക്ക് സംശയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ഫലം പുറത്തുവിടുന്നത്. പ്രത്യേക രീതിയിലാണ് സർവേ വരുന്നതെന്നും ഇതിനെ പെയ്ഡ് ന്യൂസ് എന്ന് പറയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്.
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകൻ ഹാഫിസ് നൽകിയ ഹർജിയാണ് തള്ളിയത്. കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഹവാലയിലൂടെ പണം വാങ്ങിയെന്ന പി വി അൻവറിന്റെ ആരോപണം അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. സുഗന്ധഗിരി മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഡിഎഫ്ഒ ഷജ്ന കരീമിനെ വനം വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ഡിഎഫ്ഒയ്ക്ക് പുറമെ റേഞ്ച് ഓഫീസർ എം സജീവൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവരെയും സസ്പെൻഡ് ചെയ്തു. ഇതോടെ കേസിൽ സസ്പെൻഷനിലായ വനം വകുപ്പ് ജീവനക്കാരുടെ എണ്ണം 9 വീടുകൾക്ക് ഭീഷണിയായ 20 മരം മുറിക്കാൻ നൽകിയ പെർമിറ്റിന്റെ മറവിൽ 100-ലേറെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് കേസ്. മണ്ണിട്ട് മൂടിയതും കത്തിച്ചതുമായ കൂടുതൽ മരക്കുറ്റികൾ ഓരോ ദിവസവും കണ്ടെത്തുകയായിരുന്നു. അനിൽ ആന്റണി ജയിക്കില്ലെന്ന AK ആന്റണിയുടെ പ്രസ്താവന അത്ഭുതപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിരോധ മന്ത്രിയായിരുന്ന ആന്റണിയുടെ സത്യസന്ധതയിൽ ഒരു സംശയവും ഇല്ല. മാൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ആന്റണി. അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാകാം മകൻ തോൽക്കുമെന്ന് ആന്റണി പറഞ്ഞത്. എന്നാൽ ആന്റണിയുടെ അനുഗ്രഹം അനിലിന് ഉണ്ടാകുമെന്ന് താൻ കരുതുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA നേട്ടമുണ്ടാക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൽ മോദി തരംഗമുണ്ടെന്നും അയോധ്യ വോട്ടായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. 2019 ആവർത്തിക്കാൻ UDFന് കഴിയില്ല, സീറ്റ് കുറയും. LDFന് സീറ്റ് കൂടുമെന്നും പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷികാവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കാനായി കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കിയാൽ മതിയെന്ന് KSEB. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷികാവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷി വകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല എന്നും KSEB അറിയിച്ചു. നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂരത്തിന്റെ ആചാരങ്ങൾക്ക് ആരംഭമായി. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങായ പൂരവിളംബരത്തിന് തുടക്കം കുറിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനട തുറന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കുട്ടനാട്ടിൽ എടത്വ, ചെറുതന, ചമ്പക്കുളം പഞ്ചായത്തുകളിൽ താറാവ് വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രതിനിധികളുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഈ പഞ്ചായത്തുകളിലെ മുഴുവൻ താറാവുകളെയും ഉടൻ കൊന്നൊടുക്കും. ഇതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന സംവിധാനം കാര്യക്ഷമമായാണ് പുരോഗമിക്കുന്നതെന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവരുടെ ബാലറ്റുകൾ സീൽ ചെയ്ത ബോക്സുകളിൽ ശേഖരിക്കാനുള്ള നിർദ്ദേശം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയായ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരുന്നു. ഇത് പ്രകാരമാണ് സംസ്ഥാനത്ത് ഹോം വോട്ട് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടാളേണ്ട. സ്വർണം KSFയിലുണ്ടാക്കി അല്ല പിന്നെ സ്വർണ്ണവിലക്കിലിങ്ങണല്ലോ. KSFE മാക്സ് ഗോൾഡ് ലോൺ ഇപ്പോൾ സ്വർണ്ണവിലയുടെ 90% വായ്പയായി ലഭിക്കുന്നു. മാക്സിമം കയ്യിൽ കിട്ടുമ്പോൾ മറ്റെവിടെ പോകാൻ? അയോധ്യ ക്ഷേത്രത്തിലെ രാമവിഗ്രഹത്തിൽ സൂര്യരശ്മി പതിക്കുന്ന ചിത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച് ബിജെപിക്ക് വോട്ട് നൽകിയാലുണ്ടാകുന്ന മാറ്റമെന്ന് സൂചിപ്പിച്ചാണ് പോസ്റ്റ്. BJPയുടെ പോസ്റ്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തെത്തി. ന്യൂനപക്ഷ വോട്ടുകൾ നേരത്തെ തന്നെ JDSൽ നിന്ന് കൊഴിഞ്ഞുപോയിരുന്നുവെന്ന് JDS നേതാവ് HD കുമാരസ്വാമി. അത് BJP സഖ്യം കൊണ്ടുണ്ടായതല്ലെന്നും ആ വോട്ട് പോയതിൽ ഖേദമില്ലെന്നും HD കുമാരസ്വാമി വ്യക്തമാക്കി. BJPയുടെ തുക്കടെ തുക്കടെ ഗ്യാങ് പരാമർശത്തിനോട് താനെന്തിനെ പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് നേതാവും JNUവിലെ മുൻ വിദ്യാർത്ഥി നേതാവുമായ കന്നയ്യകുമാർ. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ പോരാട്ടം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും മത്സരം വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ദില്ലിയിൽ മാത്രമല്ല രാജ്യത്തുടനീളം നമ്മൾ കാണുന്നത് ഈ സർക്കാരിൽ ജനങ്ങൾ അതൃപ്തരാണ് എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വീടിന് നേരെ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലായി. ഇടനിലക്കാരനായി പ്രവർത്തിച്ചയാളെയാണ് ബുധനാഴ്ച രാത്രി ഹരിയാനയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇതുവരെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ബോളിവുഡ് താരം ശിൽപ ഷെട്ടിയുടെയും ഭർത്താവ് രാജ് കുന്ദരയുടെയും 97.8 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. 6600 കോടി രൂപയുടെ ബിറ്റ്കോയിൻ തട്ടിപ്പിലൂടെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയതെന്നും ED വ്യക്തമാക്കി.
വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടെ വിദേശ ഏജന്റ് ബില്ലിന് ആദ്യാനുമതി നൽകി ജോർജിയൻ പാർലമെന്റ്. 25-നെതിരെ 78 വോട്ടുകൾക്കാണ് വിവാദ ബില്ലിന് അനുമതി ലഭിച്ചത്. 20% കൂടുതൽ ഫണ്ട് വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്ന സംഘടനകളെ വിദേശ സ്വാധീനത്തിലുള്ള ഏജന്റുമാരായി മുദ്രകുത്തുന്നതാണ് വിവാദ ബിൽ. ജോർജിയയുടെ പശ്ചിമ മേഖലയിൽ ബില്ലിനെതിരെ കനത്ത പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് പാർലമെന്റ് ബില്ലിന് അനുമതി നൽകിയത്. ഇന്തോനേഷ്യയുടെ വടക്ക് ഭാഗത്ത് റുവാങ്ങിൽ അഗ്നിപർവ്വത സ്ഫോടനം. 11,000 പേരെയാണ് ഇതുവരെ ഒഴിപ്പിച്ചത്. റുവാങ് പർവ്വതത്തിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനാഡോ നഗരത്തിലെ സാം റതുലാങ്കി വിമാനത്താവളം അടച്ചു. 24 മണിക്കൂറാണ് വിമാനത്താവളം അടച്ചിടുകയെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. 3 ദിവസത്തിനിടെ 5 തവണയാണ് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.